മമ്മൂക്കായുമായിട്ട് ഡയലോഗ് പറയുമ്പോൾ പല ആളുകൾക്കും ഭയമുണ്ട്. പക്ഷെ മമ്മൂക്കായായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓർത്തിട്ടോ? நீங்க சொன்ன மாதிரி டைலாக் சொல்றதுக்கே எனக்கு ரொம்பவே பயமா இருந்தது. சார் கூட ப்ராக்டிஸ் பண்ணி அதுக்கப்புறம் மம்முக்கா சார் கூட பண்ற மாதிரி இருந்தது. ബട്ട് ഈ കുട്ടി തെറ്റിച്ചിട്ടൊരു ഷോട്ട് റീടേക്ക് പോയിട്ടില്ല, ഞാനായിട്ട് തെറ്റിച്ചിട്ടുണ്ട്. ஸோ நான் கொஞ்சம் நிதானமா பண்ணிட்டு இருந்தேன். ஸோ பட் அந்த ஃபைட்டர்ஸ் எல்லாமே லைக் கொஞ்சம் ஃபியர்ஸா வேணும் அந்த மாதிரி சொன்னப்போ எனக்கு ரொம்பவே பயமா இருந்தது. நான் எப்படி அவங்கள அப்படி இது பண்ண முடியும்னு சொல்லிட்டு. ஸோ சார் என்ன கொஞ்சம் காமா அந்த ஸ்பேஸ்ல நீ பண்ணு பரவாயில்ல பாத்துக்கலாம்னு சொல்லி பண்ணாங்க. ஜோக் கூட பண்ணாங்க, இது ரொம்பவே வலிக்குதுன்னு சொல்லிட்டு ஜோக் எல்லாம் பண்ணாங்க. ക്ലൈമാക്സ് കൺവിൻസ് ആവുന്നത് എത്രമാത്രം സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറി കണ്ടിന്യൂസ് പറഞ്ഞപ്പോ ക്ലൈമാക്സ് കൺവിൻസ് ആവുന്നത് എത്രമാത്രം എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞപ്പോ സർ ഐ തിങ്ക് took some 5 minutes to respond to the climax and then ഒരു ചെറിയ രണ്ട് മൂന്ന് ഡൗട്ട് ചോദിച്ചു, ഇതെങ്ങനെയാ അതെങ്ങനെയാന്ന് രണ്ട് മൂന്ന് കണക്ഷൻ സീൻസ് ആയിട്ട് ഡൗട്ട് ചോദിച്ചു. And then he said, I like it, we'll do it. And then we left that meeting. Next day he said, I'm producing the film, we have to start immediately. So and ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് 3/4 പടം ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു മിഡിൽ 3/4 ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ എടുത്തു, ഇതാണോ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞിട്ട് സാർ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. എല്ലാം സാറിന് നമുക്ക് നമ്മൾ സീനായിട്ട് പറഞ്ഞപ്പോൾ വിൽ ഗോ വിത്ത് ദിസ്, ഐ വിൽ ഗോ വിത്ത് യുവർ കൺവിക്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് വി ഡിഡ് ഇറ്റ്. ഇപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറഞ്ഞ ഒരു സ്പോയിലർ ആയിരിക്കും, പക്ഷെ ആ സീൻ ബിറ്റ്വീൻ ദ ടു ഓഫ് ദം വാസ് ഹാൻഡിൽഡ് സോ ബ്യൂട്ടിഫുള്ളി ബൈ ബോത്ത് ദി ആക്ടേഴ്സ്. സാറിന്റെ ഒരു ലൈൻ ഉണ്ട്, ഒരു ഓട്ടോപെഡ് ആൻഡ് സാറിന്റെ പെർഫോമൻസിൽ ആ ഡൊമിനിക്കായിട്ട് ചെയ്ത ഒരു പെർഫോമൻസിൽ ഒരു ലൈൻ ഉണ്ട്, ആ ലൈന് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഒരു വയലൻസ് അഗേൻസ്റ്റ് വിമൻ ഇസ് നോട്ട് അലൗഡ് ഒരു തോട്ട് മൈൻഡിൽ വെച്ചിട്ടാണ്. But he should also survive. This is a spoiler. I don't want to talk about it, but since you asked me, I thought I must say it. He played it so convincing. മമ്മൂക്ക റീലീസുള്ള കാലമാണ് ഇപ്പൊ. മമ്മൂക്ക ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചിത്രം അടുത്ത മാസം ഇറങ്ങാൻ പോകും, വടക്കം വീരഗാഥ. മമ്മൂക്ക ഒരു ഇന്റർവ്യൂ കേട്ടായിരുന്നു, ഒരുപാട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണെന്ന് കേട്ടായിരുന്നു. അപ്പം അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അടുത്ത മാസം റിലീസ് ചെയ്യാൻ 36 വർഷങ്ങൾക്ക് ശേഷം അതിപ്പോ 4K ഇപ്പം ഒന്നുകൂടെ റിലീസ് ആകാൻ പോവാണ്. കാണാത്ത ആൾക്കാർക്ക് സിനിമയിൽ തിയേറ്ററിൽ കാണാത്തവർക്ക് പറയാൻ പോലെ ഇവിടെ കുറെ ഇറങ്ങിപ്പോയി. എന്നാ മമ്മൂക്കയെ വെച്ചിട്ട് ഒരു ലവ് സ്റ്റോറി തന്നെ കുറേ ഉണ്ട്, ലവ് സ്റ്റോറീസ് കുറേ ഉണ്ട്. Okay, thank you for coming. ഒരു ഫോട്ടോ കാർഡ് ഇതിനപ്പുറത്തോട്ട്